തെലുങ്കിന്ന് ഒരു റോ ബേസ്ഡ് പടം OTT റിലീസ് ചെയ്യുന്നുണ്ട്. ജാക്ക് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ റോ ബേസ്ഡ് പടം പറയുമ്പോ അങ്ങനത്തെ റോ ബേസ്ഡ് മിഷൻസ് ഒന്നാണ് വിചാരിക്കരുത്. ഇത് പേരിനൊരു റോ, ബാക്കിയൊക്കെ കോമഡി പടം, സ്പൂഫ് പടം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കൊമാളി സിനിമ. വേണമെങ്കിൽ ഒരു ഷോർട്ട് അപരാധം എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമാണ്. സോ ഈ സിനിമയിലെ റോ ഓഫീസർ ആയിട്ട് വരുന്നത് നമ്മുടെ പ്രകാശ് രാജാണ്. സോ ആദ്യം വന്നിട്ട് നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊക്കെ നടക്കുകയല്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു അടിപൊളി പടമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഇതൊരു അപരാധം പിടിച്ച പടം. സോ ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ടില്ലു സ്ക്വയർ, അതേപോലെ DJ ചില്ലുലൊക്കെ അഭിനയിച്ച ഷൈനിങ് സ്റ്റാർ സിദ്ധു ആണ്. ഷൈനിങ് സ്റ്റാർ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. സോ ഇതിന്റെ കോമഡിയുടെ നിലവാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട കോമഡി ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇവൻ നമ്മുടെ മറ്റേ സംക്രാന്തിക്ക് വസ്തുന്ന ഭേദമാണ് തോന്നുന്നു, ആ ലെവൽ കോമഡീസ് ആണ് ഈ സിനിമയിലുള്ളത്. സോ ഇതില് നമ്മുടെ നായകന്റെ പേര് പാബ്ലോ നെറൂദ, അതായത് ഒരു ചിലിയൻ പോയിറ്റിന്റെ പേരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെക്കൻ വന്നിട്ട് ഈ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആണെന്നാണ് അവർ പറയുന്നത്. അതായത് ക്രിക്കറ്റ് നന്നായി കളിക്കും, പക്ഷെ ക്രിക്കറ്റ് പ്ലെയർ ആവാൻ താല്പര്യമില്ല. ഫുട്ബോളിലാണെങ്കിൽ റൊണാൾഡോനേക്കാൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും, പക്ഷെ ഫുട്ബോൾ പ്ലെയർ ആവാൻ താല്പര്യമില്ല. അപ്പൊ തന്തപ്പിടിക്ക് വിഷമം വന്നിട്ട് തന്തപ്പിടി പോയിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ഈ ചെറുക്കനൊന്ന് ഫോളോ ചെയ്യുവാനായിട്ട് ഏൽപ്പിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഏജൻസിന്റെ പേരാണ് കാറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. പിന്നെ ഈ ചെറുക്കൻ വന്നിട്ട് എഞ്ചിനീയറിംഗ് ടോപ്പറാണ്. ഇപ്പൊ ക്യാമ്പസ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ബനിയന് നിക്കർ ഇട്ടിട്ടാണ് പോവാ. അപ്പൊ അവര് ചോദിക്കും ഇതെന്തോന്നടെ ഇന്ന കോലത്തിൽ വരുന്നതെന്ന്. അപ്പൊ പറയും നിങ്ങളെ എന്നെ ഇന്റർവ്യൂ ചെയ്യാനാണോ വന്നത്, എന്റെ ബ്ലേസറിനെ ഇന്റർവ്യൂ ചെയ്യാനാണോ വന്നത്, നിങ്ങൾക്ക് എന്റെ ക്വാളിറ്റി ആണോ അറിയേണ്ടത് അതോ എന്റെ ബ്ലേസറിന്റെ ക്വാളിറ്റി ആണോ അറിയേണ്ടത് ചോദിക്കുമ്പോ അവര് ഗെറ്റ് ഔട്ട് പറയും, ഇവൻ തിരിച്ച് അവരും ഗെറ്റ് ഔട്ട് പറഞ്ഞിട്ട് പോകും. സോ അവിടുന്ന് അങ്ങോട്ട് ഈ സിനിമയുടെ ജോണർ ഷിഫ്റ്റ് ആവുകയാണ്. നമ്മുടെ മമ്മൂട്ടി അഖിൽ അക്കിനേനി പടം ഏജന്റില് കുറച്ച് നേരത്തേക്ക് അത് തന്നെയാണ്. അതിൽ നമ്മുടെ അഖിൽ അക്കിനേനി പേ പിടിച്ച ഒരു ചെറുക്കനാണെങ്കിൽ ഇതിൽ പൈത്യം, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്ക് റോ ഓഫീസർ ആവണം. ആ ഏജന്റ് പടത്തിലാണെങ്കിൽ റോഡ് എക്സാം എഴുതുന്നതൊക്കെ കാണിക്കുന്നുണ്ട്, എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുന്നുണ്ടല്ലോ എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്ന്. അതിന് അവർ ഗെറ്റ് ഔട്ട് പറഞ്ഞിട്ട് ആട്ടി വിടുമ്പോ ഇവിടെ റോഡ് എക്സാം ഒന്നും വേണ്ട, ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. ഇതിപ്പോ ഏത് യൂണിവേഴ്സിറ്റി നടക്കുന്ന സിനിമയാണെന്ന് അറിയില്ല. അവിടെ ഒരു ബനിയനും ജീൻസ് ഒക്കെ ഇട്ടിട്ടാണ് അണ്ണ ഇന്റർവ്യൂവിന് പോകുന്നത്. പക്ഷെ അവര് ഇംപ്രസ് ആവുകയാണ്, ഇവൻ എന്തൊക്കെ മിഷൻസ് ഒക്കെ നടത്തിയിട്ട് പറഞ്ഞിട്ട്. പിന്നെ റോ ഇവനെ സെലക്ട് ചെയ്തോ ഇല്ലേന്നൊന്നും ഇല്ല, ഏതോ ഒരു ചാവാലി IPS ഓഫീസറിനെ പിടിച്ചിട്ട് ഇവൻ റോയുടെ മിഷൻ അങ്ങോട്ട് നടത്തുകയാണ്. അതായത് നമ്മൾ ഇന്ത്യയെ സംരക്ഷിക്കണം പറഞ്ഞിട്ട്. റോക്ക് ഇൻഫർമേഷൻ കിട്ടുന്നേക്കാളും മുമ്പ് ഇവൻ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, അത് എവിടെ നിന്നാണെന്നൊന്നും എനിക്ക് അറിയില്ല. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ നായികയുടെ കടന്നു വരവ്. വൈഷ്ണവി, നമ്മുടെ ദേവരക്കൊണ്ടയുടെ അനിയന്റെ ഒരു പടമില്ലേ ബേബി, അതിന്റെ നായിക തന്നെയാണ്. സോ നായിക ഇവനും തമ്മിലുള്ള റൊമാൻസ് അതിലേറെ ഗംഭീരമാണ്. റൊമാൻസ് ഒന്നുമല്ല, ഫുൾ വൾഗർ ടോക്സ് ആണ്. സോ ആ കൊച്ചാണ് ഇവനെ ഫോളോ ചെയ്യുന്ന കാറ്റ് ഏജൻസിയിലുള്ള ആ കൊച്ച്. ഇവൻ എവിടെയാണെന്നുള്ള റോക്ക് അറിയില്ല, പക്ഷെ ഈ കൊച്ചിനെ അറിയാം. ആ കൊച്ച് ഇവൻ എവിടെയാണെന്നുള്ളത് നമ്മുടെ പ്രകാശ് രാജിന് അറിയില്ല, പക്ഷെ ഈ കൊച്ചിനെ അറിയാം. പ്രകാശ് രാജിന് ഇവൻ റോയിൽ ഉള്ളതാണോ എന്ന് പോലും അറിയില്ല. പ്രകാശ് രാജ് എവിടുത്തെ റോ ഓഫീസർ ആണെന്ന് എനിക്കും മനസ്സിലായില്ല. സോ നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. ഇജാതി ഒരു അപരാധം പിടിച്ച പടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര വെറുപ്പിക്കലായിരുന്നു.